നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന വീക്ക്നെസ്സിനെ പറ്റിയാണ്. നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്ത് മുകളിൽ നിന്നും താഴോട്ട് നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന നാഡീഞരമ്പുകൾ നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു. ഈ നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ തളർച്ചയാണ് നാം ഇന്ന് കാണുന്ന പല അസുഖങ്ങൾക്കും കാരണം. ഇത് ബാഹ്യമായി കഴുത്തുവേദന, ഷോൾഡർ വേദന, നടുവേദന, കൈകാൽ വേദന, കൈകാൽ മരവിപ്പ്, കൈയുടെയും കാലിൻ്റെയും വിരൽ തളർവാതുമ്പോൾ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോവുക, പാർക്കിൻസൺസ് ഡിസീസ്, അതായത് കൈക്കുണ്ടാകുന്ന വിറയൽ. ഇനി ഇത് ആന്തരികമായി നോക്കാം. നാം ആഹാരം കഴിക്കുമ്പോൾ ചുമയ്ക്കുന്നു. നമ്മുടെ ശ്വാസനാളത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും വായ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. നാം ആഹാരം ഇറക്കുമ്പോൾ ശ്വാസനാളത്തിൻ്റെ വാ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നു. നാഡീഞരമ്പുകളുടെ വീക്ക്നെസ് മൂലം നാം ആഹാരം ഇറക്കുമ്പോൾ ശ്വാസനാളത്തിൻ്റെ വാ അടയാൻ സെക്കൻഡുകളുടെ താമസം വരികയും നാം ഇറക്കുന്ന ആഹാരത്തിൻ്റെ അംശം ശ്വാസനാളത്തിൻ്റെ വായുടെ അവിടെ വരികയും ചുമയ്ക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ മരണവും സംഭവിക്കാം. അടുത്തത് നാഡീഞരമ്പുകളുടെ വീക്ക്നെസ് മൂലം ആമാശയത്തിൻ്റെയും ചെറുകുടലിൻ്റെയും മൂവ്മെൻറ്റ് സ്ലോ ആവുകയും നാം കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ താമസം വരികയും ഗ്യാസ് ഫോം ചെയ്യുന്നു. തന്മൂലം അപ്പർ അബ്ഡോമൻ ഹെവിനെസ്, അതായത് വയറിൻ്റെ മുകൾ ഭാഗം തടിച്ച് ശ്വാസം മുട്ടൽ പോലെ വരുന്നു. ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൃദയാഘാതത്തിന് കാരണമുണ്ടാകുകയും ചെയ്യുന്നു. അടുത്ത നാഡീഞരമ്പുകളുടെ വീക്ക്നെസ് മൂലം വൻകുലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും മോഷൻ നല്ല രീതിയിൽ പോകാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണമില്ലാതെ ഉണ്ടാകുന്ന വേദന എന്നാണത്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.